പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്ന പോലെ യു പി അറബിക് എക്സാം ഇന്നലെ കഴിഞ്ഞു. എക്സാം എഴുതിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അർത്ഥത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പ്രത്യേകമായി പറയേണ്ടതില്ല. ഇനി 29-ാം തീയതി LP ആലപ്പുഴ എക്സാം കൂടെ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കാനായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം. ഒന്ന്, കഴിഞ്ഞ ദിവസത്തെ എക്സാം പലർക്കും പല രൂപത്തിലാണ് അനുഭവപ്പെട്ടത്. കാരണം സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് എക്സാമുകളൊക്കെ അനുഭവിച്ചറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാവില്ല. കാരണം ലിറ്ററേച്ചറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്പം ചെറിയ ടഫായിട്ട് തോന്നിയ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ടഫ് ആവുകയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് അത് നല്ല കാര്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കട്ട് ഓഫ് കുറച്ച് താഴേക്ക് വരേ ചെയ്യുള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ പോസിറ്റീവായിട്ട് എല്ലാവരും കാണുക. കാരണം എല്ലാം എളുപ്പമാവുമ്പോൾ അത് എല്ലാവർക്കും എളുപ്പമായിരിക്കും. അപ്പൊ കട്ട് ഓഫ് കുറെ മുകളിലായിരിക്കും ഉണ്ടാവുക. പിന്നെ മറ്റൊരു കാര്യം, 29-ാം തീയതി തന്നെ, അഥവാ 2-3 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ശരിക്കുള്ളത്, അല്ലെങ്കിൽ 4 ദിവസം. അപ്പൊ ഒരു എക്സാം വരുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ എക്സാമിനെ നമ്മൾ കൂടുതൽ ഇങ്ങനെ മനസ്സിലിട്ട് കളിച്ചാൽ പിന്നെ ആ എക്സാമിന് ഒരു പക്ഷേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ, കാരണം LP ആയതുകൊണ്ട് തന്നെ മിക്കവാറും ആ രൂപത്തിലേ സാധ്യത ഉള്ളൂ. ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല, എന്നാലും മിക്കവാറും എളുപ്പമായിരിക്കും. അപ്പോ അതിനെ കൂടി നമുക്ക് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ എക്സാമിൽ നമ്മൾ ഇനി കൂടുതലായിട്ട് പരിതപിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ സാധിക്കും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ ചെലവഴിക്കുക. എന്നിട്ട് നമ്മളിപ്പോ ചിലരൊക്കെ മനസ്സിൽ വിചാരിച്ചെന്താ വെച്ചാൽ ഇനിയിപ്പോ ലിറ്ററേച്ചർ തീരെ നോക്കേണ്ടതില്ല, എന്നിട്ട് എന്ത് ചെയ്യുക, ഇനിയിപ്പോ ട്രാൻസ്ലേഷൻ, പെഡഗോജി, അതുപോലെ തന്നെ നഹവ്, ഇതിൽ മാത്രം സമയം ചെലവഴിക്കാൻ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. ഒരുപക്ഷെ ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും ഉണ്ടാവാം. പെഡഗോജിയും അതേപോലെ നഹവും ട്രാൻസ്ലേഷനും ഒക്കെ വരാം. എന്നാൽ ചിലപ്പോൾ ലിറ്ററേച്ചറിന്റെ ഭാഗത്ത് നിന്നായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ചോദ്യങ്ങൾ വരും. അപ്പൊ നമ്മൾ എങ്ങനെയാവാം, ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക് അനുസരിച്ച് നിൽക്കും. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് എഴുതാവുന്ന ഒരു എക്സാം എന്ന നിലയിൽ LP എക്സാം സാധാരണഗതിയിൽ അല്പം എളുപ്പമായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ആ രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മളിപ്പോ പഠിച്ചു വന്ന അതേ രൂപത്തിൽ തന്നെ എല്ലാ ഭാഗത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് സഹായകമാവാൻ തന്നെയാണ് നമ്മൾ ഇന്നലെ എക്സാം കഴിഞ്ഞ് ഇന്ന് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് അൽഹംദുലില്ലാ ആരംഭിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇത് ഷെയർ ചെയ്താൽ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കപ്പെടും എന്ന് ഭയമില്ലാത്ത ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയായിരിക്കും ഓരോ സെഷനും ഇവിടെ പിന്നെ വിശദീകരിക്കുക. അപ്പൊ ആ അർത്ഥത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ അത് സഹായകമാവുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മോടൊപ്പം ഉള്ളത് ഇന്ന് ഇൽമുൻ നഹവുമായി, ഇൽമുൻ നഹവിലെ ഇന്നലെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് വിശദീകരിച്ചുകൊണ്ട് കൂടെയുള്ളത് ഹാരിസ് അഷരി സാറാണ്. ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. ഏകദേശം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അഥവാ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ളത് ഇത്രയും ആളുകൾക്കിടയിൽ കേരളത്തിൽ നല്ല രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് 2019 അല്ലെങ്കിൽ 19 ഫോക്കസ് അക്കാദമിയാണ് എന്നുള്ളത് ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. അൽഹംദുലില്ലാഹ് ആ ഒരു പിന്നെ കൊറോണയോടുകൂടി നമുക്ക് നല്ലൊരു തുറവി ലഭിച്ചു. ഒരുപാട് ആളുകൾ കഴിഞ്ഞ കാല റിസൾട്ടുകളിലൊക്കെ ഇപ്പൊ സമീപകാലത്ത് വന്ന എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും ആദ്യ റാങ്കുകളിലെത്തി ജോലിയിൽ പ്രവേശിച്ചു. ഇനിയും ഒരുപാട് ആളുകൾ ജോലിയിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അതിലൊക്കെ ആ 2019-20 കാലഘട്ടത്തിൽ നമ്മുടെ തുടക്കത്തിൽ തന്നെ ഹാരിസ് അഷരി സാറയും നമുക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം. കാരണം ഇന്നിപ്പോ ഫോക്കസ് അക്കാദമിയിൽ മാത്രമല്ല, വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അൽഹംദുലില്ലാഹ് ഹാരിസ് സാർ ഉൾപ്പെടെ ഒരുപാട് അധ്യാപകർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും എല്ലാവർക്കും അവരുടേതായ കഴിവ് കൊണ്ട് തന്നെയാണ് അവർ വളർന്നത് എന്നുള്ളത് അറിയാം. അതോടൊപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അൽഹംദുലില്ലാഹ് അതിൽ ചെറിയ ഒരു വഴികാട്ടിയാവാൻ, അല്ലെങ്കിൽ അതിന്
മുന്നിൽ നിൽക്കാൻ ഫോക്കസ് അക്കാദമിക്ക് സാധിച്ചു എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഏതായാലും ഒരുപാട് ആളുകൾക്ക് ഇൽമുൻ നഹവ് മറന്ന ആളുകളും ഒരുപക്ഷെ കുറഞ്ഞ രൂപത്തിൽ പഠിച്ച് പിന്നീട് അത് നല്ല രൂപത്തിൽ, ഇപ്പൊ ഫോക്കസിൽ തന്നെ എന്നെ പോലെയുള്ള അധ്യാപകരെക്കാളും നഹവ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇപ്പോ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതൊക്കെ ഹാരിസ് അഷരി സാറിലൂടെ തന്നെയാണ് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നേതൃത്വം ചെയ്യാൻ സാറുണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി സാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു ഇന്നത്തെ ഡിസ്കഷൻ ലീഡ് ചെയ്യാനായിട്ട് സാറിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. അതോടൊപ്പം ഇന്ന് വൈകുന്നേരം രാത്രി സമയത്ത് അറബിക് പെഡഗോജിയിലെ ക്വസ്റ്റ്യൻ ആണ് ഇൻഷാ അല്ലാ. ഫാത്തിമ മുനവർ ടീച്ചറേയും ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. പെഡഗോജി അതിലെ ഓരോ ഭാഗങ്ങളും പലർക്കും ഇന്ന് എളുപ്പമായതും ഇന്നലെയൊക്കെ ക്വസ്റ്റ്യൻ കണ്ട സമയത്ത് തന്നെ ടീച്ചറുടെ മുഖമാണ് ഓർമ്മ വന്നത് എന്നൊക്കെ പലരും ഓർമ്മ വെച്ചത് പങ്കുവച്ചത് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. ഏതായിരുന്നാലും എക്സാം പ്രിപ്പയർ ചെയ്താൽ അതിൻ്റെതായ ഗുണം നമുക്കുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കി ഇനിയുള്ള ദിനങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹാരിസ് സാറെ വളരെ സന്തോഷപൂർവ്വം ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ ഒരു സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഖാലിസ് സാർ, മറ്റു വിദ്യാർത്ഥിനികളെ, ഇന്നലത്തെ എക്സാം കഴിഞ്ഞു. ഇനി അടുത്ത എക്സാമിലേക്കുള്ള പ്രയാണത്തിലാണ്. അപ്പം എക്സാമിന്റെ ക്വസ്റ്റ്യനൊക്കെ ഏകദേശം ജസ്റ്റ് ഒന്ന് നോക്കാൻ നേരം കിട്ടി. പെട്ടെന്നാണ് ചോദ്യമൊക്കെ തയ്യാറാക്കിയത്. കാരണം ഇന്നലെ വൈകിട്ടാണ് ക്വസ്റ്റ്യൻ കിട്ടുന്നത്. ഇന്ന് രാവിലെ തന്നെ ചെയ്യാൻ ഏറ്റെടുത്തതും എനിക്ക് ഒന്ന് രണ്ട് തിരക്കുകളുണ്ട്, അതിനുശേഷം പിന്നീട് പറ്റാത്തത് കൊണ്ടുമാണ്. അപ്പൊ ചോദ്യം ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. വിട്ടുപോയേക്കാം നെഹ്വിൽ നിന്ന് വരുന്ന. ഞാൻ ടോട്ടൽ ഏകദേശം 17 ചോദ്യങ്ങളാണ് നെഹ്വിൽ നിന്നും എനിക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടു കിട്ടിയത്. അപ്പൊ ഇനി ഏതായാലും ഇന്നത്തെ ക്വസ്റ്റ്യനെ കുറിച്ച്, ഇപ്പോഴത്തെ പാറ്റേണിനെ കുറിച്ചൊക്കെ ഖാലിസ് സാർ നിങ്ങളോട് പറഞ്ഞു. അപ്പോ ഈ അടുത്ത് വരുന്ന പരീക്ഷകളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഏരിയ ആണ് ഇൽമുൻ നഹ്വ് എന്നുള്ളത്. അത് അടുത്ത കാലത്ത് എഴുതിയവർക്കൊക്കെ അറിയാം. നഹ്വ്, അതുപോലെ തന്നെ ഈ പറയപ്പെട്ട തുർക്കു തദ്രീസ്, പിന്നെ ട്രാൻസ്ലേഷൻ ഒക്കെ വരുന്നുണ്ട് ധാരാളം. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു പക്ഷെ വേണ്ടതും ഭാഷ അധ്യാപകരായി മാറുന്ന, ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന നിലക്ക് ലിറ്ററേച്ചറിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും ഇതിന് എന്ന് തന്നെയാണ് അതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം ഇപ്പം ത്വാഹ ഹുസൈൻ ജനിച്ചത് മഹാവയിലാണെന്ന് കാണാതെ പഠിച്ച് ഹിഫ്ലിന് കഴിവുള്ള കുട്ടികളെ സംബന്ധിച്ച് ലിറ്ററേച്ചർ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ പരീക്ഷയിൽ എഴുതാൻ എളുപ്പമാണ്. ഭാഷാ കഴിവുണ്ടോ ഇല്ലെന്ന് മനസ്സിലാവില്ല. എന്നാൽ ഭാഷയിൽ കഴിവുണ്ടോ എന്ന് മനസ്സിലാകുന്നത് ബലാഗയും ഈ പറയപ്പെട്ട നെഹ്വും അതുപോലെയുള്ള ട്രാൻസ്ലേഷനും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് ഭാഷയിൽ നന്നായിട്ട് കഴിവുണ്ടാകുക. അപ്പൊ ഞാനത് പറഞ്ഞു വരുന്നത്, ആ ഏരിയയിൽ, ആ ഭാഗത്ത് കുറച്ച് വീക്കുള്ളവർ നല്ല രൂപത്തിൽ ആ ഭാഗം കൂടി നന്നാക്കിയെടുക്കണം. പരീക്ഷകൾക്ക് ഇപ്പം വരുന്നതും ആ രൂപത്തിലാണ്. അതോടൊപ്പം നമ്മുടെ ഭാഷാധ്യാപകരാവുന്ന, ഭാഷ പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ ഭാഷയിലുള്ള നല്ലൊരു നൈപുണ്യം നേടിയെടുക്കലും അത്യന്താപേക്ഷിതമാണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചോദ്യം നമ്പർ 1. എന്താണ് നിങ്ങൾ ആൻസർ കീ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, അതുകൊണ്ട് ആൻസർ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാലും നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ഏതായാലും ശരിയായിട്ട് അത് തന്നെയാണ്. അതാർക്കും തെറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ക്ലാസ്സിൽ അത്രയും തവണ ഇസ്തസ്നയുടെ ഭാഗങ്ങൾ ഞാൻ വീണ്ടും പറഞ്ഞതാണ്. ഏകദേശം പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. ഒരു ഇഖ്തിസാസ് എന്ന് പറയുന്നതിൽ വന്ന ഒരു ചോദ്യമാണ് നമ്മളെ ഭാഗത്ത് ചർച്ച ചെയ്യാത്തത് കൊണ്ടിട്ട് ബാക്കിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞത് മുസ്തസ്ന മിന്നു ഇല്ല കൊണ്ട് ഇസ്തസ്ന ചെയ്യുമ്പോൾ 3 രൂപത്തിലുണ്ടെന്നും, ഒന്ന് മുസ്തസ്ന മിന്നു പറയപ്പെട്ട പോസിറ്റീവ് ആണെന്നും, ഒന്ന് മുസ്തസ്ന മിന്നു പറയപ്പെട്ട നെഗറ്റീവ് ആണെന്നും, ഒന്ന് മുസ്തസ്ന മിന്നു കളയപ്പെട്ടതാണ് എന്നും പറഞ്ഞതാണ്. അതിൽ മുസ്തസ്ന മിന്നു പറയപ്പെട്ട പോസിറ്റീവ് ആണെങ്കിൽ നെസ്ബ് നിർബന്ധവും, മുസ്തസ്ന മിന്നു പറയപ്പെട്ട നെഗറ്റീവ് ആണെങ്കിൽ നെസ്ബും കൊടുക്കാം, മുസ്തസ്ന മിൻഹുവിന്റെ ഇറാബും കൊടുക്കാം എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ മുസ്തസ്ന മിന്നു പറയപ്പെട്ടതാണ്. മുസ്തസ്ന മിന്നു പറയപ്പെട്ട പോസിറ്റീവ് ആണ് ആദ്യത്തെ 2 എണ്ണം. മുസ്തസ്ന മിന്നു പറയപ്പെട്ട നെഗറ്റീവ് ആണ് രണ്ടാമത്തെ 2 എണ്ണം. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ 2 എണ്ണത്തിൽ നെസ്ബ് മാത്രമേ പാടുള്ളൂ.
രണ്ടാമത്തതിൽ മുസ്തസ്നാം എന്ന് പറയപ്പെട്ട നെഗറ്റീവ് ആയതുകൊണ്ട് നെസ്ബും കൊടുക്കാം, അലിയൻ എന്നും പറയാം. മുസ്തസ്നാ മിൻഹുവായ അസ്തിഖാഉ എന്നുള്ളതിന്റെ ഏറാബ് കൊടുത്ത് അലിയുൻ എന്നും പറയാം. എന്നാൽ മുസ്തസ്നാ മിൻഹു പറയപ്പെട്ട പോസിറ്റീവ് ആയിട്ടുള്ള രണ്ടാമത്തതിൽ അലിയുൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവിടെ നസ്ബ് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഹലറൽ അസ്തിഖാഉ ഇല്ല അലിയൻ എന്നുള്ളതാണ് ഈ നാലെണ്ണത്തിൽ തെറ്റായ ജുംല. അതാണ് ഓപ്ഷൻ ശരിയായത്. 2, ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതത് മഅദൂദിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും വരാത്ത ഒരു പരീക്ഷ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അത് പൂർവോപരി ശരിയാണ് എന്ന് തെളിയിക്കുന്ന എക്സാമുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. എല്ലാത്തിലും ഇതിലും 2 ചോദ്യങ്ങളുണ്ട്. അങ്ങനെ 2-3 ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു വിധം ആളുകളൊക്കെ നല്ല രൂപത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അത്രയും ക്ലാസ്സിൽ ഞാനത് പറയുകയും നിങ്ങൾ അതിന് റീപ്ലൈ തരുന്നത് ആൻസറുകൾ കറക്റ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിയായത് സി തന്നെയാണ്. കാരണം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1:22 വന്നു. 22 ആയതുകൊണ്ട് ഖസായിദ് എന്ന ജമ്മ് നമുക്ക് ആദ്യം ഒഴിവാക്കാം. വളരെ എളുപ്പമാണ് എത്താൻ. കാരണം ഇശ്രീന ഖസായിദ 1ഉം 2ഉം തെറ്റാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവിടൊക്കെ വേണ്ടത് മുഫറദായിട്ട് നസ്ബ് ചെയ്യണം. ഇനി 3ഓ 4ഓ ശരി എന്നുള്ളതാണ്. കതബ ഹാദ ഷായിറു എന്നാണ്. കതബ ഹാദ ഷായിറു, ഈ കവി എഴുതി എന്ന് പറയുമ്പോൾ ശേഷം വരുന്നത് മഫ്ഊലാണ്. അപ്പൊ ഇസ്നാനി എന്ന് പറഞ്ഞതും തെറ്റാണ്, ഇഷൂന എന്ന് പറയുന്നതും തെറ്റാണ്. കാരണം ഇസ്നാനിക്ക് തസ്നിയയുടെ ഇറാബും ഇഷൂനക്ക് ജമ്മു മുദക്കർ സാലിമിന്റെ ഇറാബുമാണ്. എന്ന് പറഞ്ഞാൽ അലിഫ് കൊണ്ട് റഫ്ഉം യാ കൊണ്ട് നസ്ബും ജെറും എന്നാണ് ഇസ്നാനിക്ക് വേണ്ടത്. വാവ് കൊണ്ട് റഫ്ഉം യാ കൊണ്ട് നസ്ബും ജെറും എന്നാണ് ഇഷ്റൂനക്ക് വേണ്ടത്. അപ്പോൾ നസ്ബ് വരുമ്പം കതബ ഹാദ ഷായിറു ഇസ്നത്തൈനി വഇശ്രീന ഖസീദത്തൻ എന്നാണ് പറയേണ്ടത്. അപ്പൊ 3ാമത്തത് മാത്രമേ ശരിയാവും. അതതിന്റെ ഒരു അടിസ്ഥാന നിയമം അറിയുന്നവർക്ക് ഇത് ശരിയായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി 3, കാനത്തിൽ ബിന്ദു ലാഇബത്തൻ മാ അഖീഹ ഹവ്വിൽ ജുംലത ഇലൽ ജംഇ സ്വഹീഹ. അല്ലെ, ഫർഇയായ ഇറാബുകൾ പഠിക്കണം ഞാൻ പറഞ്ഞ ആ ഫർഇയായ ഇറാബ് മനസ്സിലായ ആളുകൾക്ക് ഒന്നും തെറ്റാനില്ല. കാരണം കാനയുടെ ഖബറാണ് വരേണ്ടത് ലാഇബത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും എ ആണ് ശരിയായിട്ട് വരിക. കാരണം കാനത്തിൽ ബനാത്തു അത് ഇസ്മാണ്, ലാഇബാത്ത് ഖബറാണ്, ഖബറിന് നസ്ബാണ്. അത്ര മനസ്സിലായാൽ മാത്രം മതി. ബാക്കിയൊന്നും വേറെയും കുറെ തെറ്റുകൾ ഉണ്ടെങ്കിലും അത് മാത്രം മനസ്സിലായാൽ തന്നെ എന്താക്കാം, ശരിയായത് കണ്ടെത്താം. കാരണം ലാഇബാത്ത് എന്ന ജമ്മു മുഅന്നസ് സാലിമാണ്. ജമ്മു മുഅന്നസ് സാലിമിന് കെസ്റത്ത് കൊണ്ട് നസ്ബ് ചെയ്യേണ്ടത്. അപ്പൊ ലാഇബാത്തിൻ എന്നേ പറയൂ. ലാഇബാത്തൻ എന്നതും തെറ്റാണ്. ലാഇബാത്തുൻ എന്ന റഫ്ഉം തെറ്റാണ്. ശരിയായത് എ മാത്രമാണ്. അത് ആ ഒരു ഇഅ്റാബ് കൃത്യമായി മനസ്സിലായവർക്ക് ക്ലിയർ ആയിട്ട് ശരിയായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. 4ലേക്ക് പോകാം. ഇതിനൊരു സെന്റൻസ് സ്ട്രക്ചർ ഓർഡർ ആക്കുന്നത് മാത്രമേ ഉള്ളൂ. UN മെമ്പർഷിപ്പ് ഓരോ രാജ്യത്തിനും വല്ലാത്ത സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ്. ശരിയായ തന്നെയാണ്. മിൻ ഹഖി കുല്ലി ദൗലത്തിൻ അൻ തതമത്ത ബി ഉദുവിയത്തിൽ ഉമമിൽ മുത്തഹിദ എന്നുള്ളതാണ് ശരിയായത്. ബാക്കിയൊന്നും സെന്റൻസിന്റെ ആ സ്ട്രക്ചർ അനുസരിച്ച് ശരിയല്ല. 1ാമത്തെ മിൻ ഹഖി കുല്ലി ദൗലത്തിൻ അൻ തതമത്ത ബി ഉദുവിയത്തിൽ ഉമമിൽ മുത്തഹിദ എന്നുള്ളതാണ് ശരിയായത്. അടുത്തത് പ്രതീക്ഷിക്കാതൊരു ചോദ്യം വന്നത് ഈ ഭാഗത്തുനിന്ന് മാത്രമാണ് ഞാൻ. എന്നാൽ ഇത് ഗ്രാമിൽ പറയുന്നതാണ്. പല ആളുകളും തെറ്റിച്ചൊരു ആൻസർ ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു, എന്താണ് തെറ്റിയത്, എവിടെയാണ് തെറ്റിയവർക്ക് എവിടെയാണെന്ന് പറഞ്ഞ ഒരു ഉപകാരമാണ്. അതായത് ഖബറാക്കിയിട്ടാണ് കൊടുത്തത്. ഖബറാക്കിയിട്ടാണ് തജമ്മഅന എന്ന് പറയുന്ന ആ ഫിയല് പിന്നെ എന്ത് ചെയ്യും? ആ ജുംല നഹ്നു ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി എന്നല്ലേ പറയുന്നത്. അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്താ ഖബർ എന്ന് പറഞ്ഞാല് ഒരു മുബത്തദ പറഞ്ഞിട്ട് ആ മുബത്തദയെ കുറിച്ച് പറയുന്നതല്ലേ ഖബറായിട്ട് വരിക. നഹ്നു ഞങ്ങൾ എന്ത് ചെയ്തു? തജമ്മഅന ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി അല്ലേ. അപ്പൊ ആ ജുംലയല്ലേ ഖബറായിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഖബർ ശേഷം പറയുന്നത് കൊണ്ട് ഇത് ഖബർ അല്ല എന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഇനി മറ്റെന്തെങ്കിലും ചിന്തിച്ചാണോ നിങ്ങൾ ആൻസർ എഴുതിയത്? നിങ്ങൾ അവസാന സമയം നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി എന്താണ് സംഭവിച്ചത്. ഇത് സത്യത്തിൽ നഹ്നു ത്വാലിബീന എന്നാണ് പറയും. അതായത് ഇഖ്തിസാസി എന്ന് പറയുന്ന ഒരു കാര്യം നഹ്വിലുണ്ട്. ഇഖ്തിസാസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നീട് ഒന്നുകൂടി തഖ്സീസ് ആക്കി മറ്റൊന്നിനെ എടുത്ത് പറയാം. നഹ്നു മആശിറൽ അംബിയ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ലാ നൂറസു വലാ നൂറ, ഞങ്ങൾ അനന്തരം എടുക്കുകയോ ഒന്നും ഇല്ല എന്ന് ഹദീസിൽ വന്നില്ല. നഹ്നു മആശിറൽ അംബിയ. അവിടെ നഹ്നു എന്ന് പറഞ്ഞിട്ട് മആശിറൽ അംബിയ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് തഖ്സീസ് ഇഖ്തിസാസ് എന്നാണ് പറയാ. അവിടെ ആ
ഇസ്മിന് നസ്ബ് കിട്ടുന്നത് കളയപ്പെട്ട ഫിയലിന്റെ മഫ്ഊലു ബിഹി ആയിട്ടാണ്. അവിടെ അഹുസു എന്ന് സങ്കല്പിക്കണമെന്നാണ്. നെഹ്നു നെഹുസു അല്ലെങ്കിൽ അഹുസു അത്വാലിബീൻ. നെഹ്നു ഞങ്ങൾ, അതായത് ആരാണ് അഹുസു? ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് അത്വാലിബീൻ വിദ്യാർത്ഥികളെയാണ്. അപ്പൊ നെഹ്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കോ വരുന്നുണ്ട്. ആ ആരൊക്കോ വരുന്നത് സി ആയിക്കൂടെ എന്ന് ചോദിക്കുക. അതാ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാവാം നിങ്ങൾ പറയണം. ഞാനിപ്പോ ആദ്യം വിശദീകരിച്ചിരുന്നു. സി ആവാൻ പറ്റൂല എന്ന് പറഞ്ഞത് നെഹ്നു എന്നതിന്റെ ഖബറാണ് തജമ്മഅന. ഖബർ എന്ന് പറഞ്ഞാൽ മുബ്തദയെ കുറിച്ച് ഇഖ്ബാർ പറയുന്നതിനാണല്ലോ ഖബർ എന്ന് തന്നെ പറയാ. ആരാണോ മുബ്തദ അതിലേക്ക് ഇസ്നാദ് ചെയ്യുക, ഖബർ പറയാ. അപ്പൊ അതൊരിക്കലും അതാവാൻ പറ്റൂല ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കളയപ്പെട്ട ഫിയലിന്റെ മഫ്ഊലായിട്ടാണ് ഇത് വരിക. അങ്ങനെ ധാരാളം ഹദീസിലൊക്കെ വന്നിട്ടുണ്ട് മആശറൽ അംബിയാ പറഞ്ഞതുപോലെ. അപ്പൊ നഹ്നു ഞങ്ങൾ, അഹുസു ഞാൻ പ്രത്യേകമാക്കുന്നത് അതുകൊണ്ട് അത്വാലിബീൻ എല്ലാരുമല്ല ഞങ്ങൾ വിദ്യാർത്ഥികൾ എന്ന് തഖ്സീസാക്കി പറയുകയാണ്. ഇങ്ങനെ പറയുന്നതിനാണ് ഇഖ്തിസാസു എന്ന് പറയാ. അൽ ഇഖ്തിസാസു എന്ന് പറഞ്ഞിട്ടൊരു ബാബ് തന്നെ നഹ്വിലുണ്ട്. അതിങ്ങനെയാണ് വരിക എന്ന് കൂടി മനസ്സിലാക്കുക. ഈ വരുവരടോ യജ്മഇന എന്ന് പറഞ്ഞൊരു വസ്ന് തന്നെയുണ്ടോ? അല്ലെ നജ്മ എന്നാക്കിയാണോ? ഓക്കെ, നെഹ്നു ത്വാലിബീൻ തന്നെ യജ്മ എന്നാക്കണ്ടേ? യജ്മഇന മുലാലിന്റെ കൂടെ അവസാനം നൂന് വരും. 4ഉം 1ഉം എന്തായാലും തെറ്റാണ്, അത് സംശയമല്ല. എഴുതി തെറ്റിയവർക്കുണ്ടെങ്കിൽ, മനസ്സിലായിട്ട് തെറ്റിച്ചവർക്കുണ്ടെങ്കിൽ 3 പോയേക്കാം. അത് ഖബറാണെന്ന് വിചാരിച്ച് എഴുതിയതാവാനാണ് സാധ്യത. ആ ഖബർ വരൂല എന്ന് പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ നെഹ്വിൽ വിശാലമായി കിടക്കുന്ന ഏരിയകളാണ്. ഇപ്പം വീണ്ടും വീണ്ടും പുതിയ പുതിയ ഏരിയകളിൽ നിന്ന്, അതായത് നമ്മളത്ര പ്രതീക്ഷിക്കാത്ത ഏരിയകളിൽ നിന്ന് പോലും ചോദ്യം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ മുബ്തദ ഖബറായിട്ടൊന്ന് നേരിട്ട് അത് ആർക്കും പെട്ടെന്ന് മനസ്സിലാവും. അത് വരൂല എന്ന് തന്നെ ചിന്തിച്ചാൽ മതി. നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവുന്ന ആൻസർ ആയിക്കൂല വരുന്നത്. സ്വാഭാവികമായിട്ടും ഒന്ന് കുടുക്കിയിട്ടുള്ളത് വരാനാണ് സാധ്യത. അപ്പൊ ഖബർ വേറെ വന്നിട്ടുണ്ടോ എന്നും നല്ലോണം നോക്കിയാൽ കുറച്ചുകൂടി മനസ്സിലാകുമെന്ന് വിചാരിക്കാം. അല്ല, ഞാൻ അതല്ലടെ പറഞ്ഞത്. ഇപ്പൊ വീണ്ടും വീണ്ടും ഖബർ ആയിക്കൂടാന്ന് പറഞ്ഞാൽ തജമ്മഅന എന്ന് പറയുന്ന ഖബർ വേറെ വന്നു. ആ മുദാരി ആ മാദിയായ ഫീൽ കൂടുന്ന ഖബർ വന്നു. മുബ്തദയെ കുറിച്ച് പറയുന്ന, അതിനെക്കുറിച്ച് വർത്തമാനം പറയുന്നതിന് ഖബർ, ഖബർ എന്ന് പറഞ്ഞിട്ട് പറയാനാണല്ലോ. മുബ്തദയെ കുറിച്ച് പറയുന്നതാണ് ഖബറായിട്ട് വരാം. ഇവിടെ നെഹ്നു ഞങ്ങൾ എന്തു ചെയ്തു? തജമ്മഅന, അതാണ് ഖബർ. അപ്പൊ മുമ്പുള്ളത് ഖബറാക്കാൻ പറ്റൂല. അത് ത്വാലിബീൻ ഇഖ്തിസാസായിട്ടേ വരൂ. ഓക്കെ, ഇനി 6ാമത്തേലേക്ക് പോകാം. അടുത്തത് ഇതിലും പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. കാരണം കാലൽ ഉഖ്താനിയാണ് ഒന്നാമത്തിൽ, അവിടെ തന്നെ പോയി. വേറെയും കുറെ തെറ്റുണ്ട്. കാലൽ ഉഖ്താനി. രണ്ടാമത് കാലൽ ഉഖ്താനി കബീറാനിയാണ്, അവിടെയും പോയി. കബീറത്താനി എന്തായാലും വരണം. 4ാമത്തത് കാല താ അൽ ഉഖ്താന്, ഫായിലിനനുസരിച്ച് ഫെയില് തസ്നിയ ജമ്മ ആക്കൂല, അവിടെയും പോയി. അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം സിഫത്തും ആ ഒരു കാര്യം ഒന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നവർക്ക് സി ആണ് ശരി എന്നുള്ളത്. കാലത്തിൽ ഉഖ്താനി അൽ കബീറത്താനി ഇന്നഹുമാ തുഹിബ്ബാനി സഫറ ഇലാ ബഅദിൽ ബിലാദിൽ ഔറുബിയ്യ ലകിന്ന ഇഖ്വതഹുമാ ലം യുവാഫിഖു അലാ റഅയിഹിമാ. ആ വലിയ 2 സഹോദരിമാര് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര പോകാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അവർ രണ്ടാളുടെയും സഹോദരന്മാര് ആ അഭിപ്രായത്തോട് യോജിച്ചില്ല എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പൊ അവിടെ കാലത്തിൽ ഉഖ്താനിൽ കബീറത്താനി ഇന്നഹുമാ തുഹിബ്ബാനി സഫറ ഇലാ ബഅദിൽ ബിലാദ് അൽ ഔറുബിയ്യ ലകിന്ന ഇഖ്വതഹുമാ ലം യുവാഫിഖു അലാ ദാലിക എന്നുള്ളതാണ്, അലാ റഅയിഹിമാ എന്നതാണ് ശരിയായത്. അത് ഏകദേശം എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ? അതൊരു അതതിന്റെ വന്നതുകൊണ്ടാണ്, ട്രാൻസ്ലേഷന്റെ ഭാഗമാണെങ്കിലും ട്രാൻസ്ലേഷനും അതതും കൂടി ഒരു മിക്സ് ആക്കി വന്നൊരു ചോദ്യമാണിത്. കാരണം മിക്സ് ആക്കി എന്ന് പറയാൻ കാരണം അതതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2ഉം 3ഉം ശരിയാണ്. പക്ഷേ ട്രാൻസ്ലേഷനിലേക്ക് ഇപ്പൊ പ്ലേ ഗ്രൗണ്ട് എന്നാണ്. ഫിന എന്ന് പറയുന്നത് പ്ലേ ഗ്രൗണ്ട് അല്ലല്ലോ. അപ്പൊ 3ാമത്തത് മാത്രമാണ് ശരി. റഅയ്തു 15 തിഫ്ലൻ ഫിൽ മൽഅബ് എന്നാണ്. എപ്പോഴും തിഫ്ൽ എന്ന് പറഞ്ഞത് മുദക്കർ ആയതുകൊണ്ട് 15 എന്നേ വരൂ. 15 മുദക്കറിന്റെ കൂടെ വരിക. അപ്പൊ തിഫ്ലൻ എന്നുള്ളതിന്റെ കൂടെ 15 2ാമത്തതും 3ാമത്തതും അങ്ങനെ തന്നെയാണ് വന്നത്. പക്ഷെ മൽഅബ് എന്നുള്ളത് പ്ലേ ഗ്രൗണ്ടിന് പറയുന്നത് ഫിന അല്ല. നേരെ മറിച്ച് മൈദാൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ 15 എന്നായിപ്പോയി. അപ്പം 2ഉം കൂടി മിക്സ് ചെയ്തുള്ള ചോദ്യമാണ്. ഏതെങ്കിലും ഒരു നിയമം നന്നായിട്ട് അറിയുന്നവർക്ക് തന്നെ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1ഉം 4ഉം എന്തായാലും തെറ്റാണ്. കാരണം 15 വരൂല, 15 വരൂല. ഇനി 2ആണ് തെറ്റിയതെങ്കിൽ ഫിൽ ഫിനാ എന്നാണ്. ഫിനാ എന്ന് പറഞ്ഞാൽ മൈതാനമല്ല, മുറ്റമാണ്. പിന്നെ തിൽമീദ് എന്നാണ് കൊടുത്തതും അവിടെയും തെറ്റാണ്. തിൽമീദ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയല്ല, സോറി ചിൽഡ്രൻ അല്ല.
അതും ഏകദേശം ശരിയായി. നഹ്വിന്റെ ഭാഗങ്ങൾ വലിയൊരു പ്രയാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഈ ഒരു ഇഖ്തിസാസിന്റെ ആ ഒരു ചോദ്യം മാത്രമാണ് കുറച്ചൊരു തെറ്റാവുന്നത്. ബാക്കിയൊക്കെ ഏകദേശം ശരിയുള്ളവരാണ്. ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുത്ത് മനസ്സിലാക്കിയവർക്ക് ഏതാവുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്. അടുത്തത് ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചതുമാണ് ഈ വന്നതുപോലെ ഏതന്നെയാണ്. കാരണം മാ അജ്മലൽ വർദ്ധ, മാ അഫ്അല അഫ്ഇൽ, തഅജ്ജുബിന്റെ രണ്ട് കാര്യങ്ങളാണ്. തഅജ്ജുബ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് മഫ്ഊലും ബിഹി ആയിട്ടാണ്. വർദ്ധത്ത എന്ന് തന്നെ പറയണം. മാ അജ്മലൽ വർദ്ധത്തി എന്ന് പറയാൻ പറ്റില്ല. മാ അജ്മലൽ വർദ്ധത്ത, മാ അജ്മലൽ വർദ്ധത്തിന്നോ തൂന്നോ തിന്നോ ഒക്കെ തെറ്റാണ്. ഒന്നാമത്തത് മാത്രമാണ്. ഇപ്പോഴും ശ്രദ്ധിക്കുക, മാ അഫ്അല എന്ന തഅജ്ജുബിന്റെ സീഗ വന്നു കഴിഞ്ഞാൽ അതിന്റെ ശേഷം വരുന്നത് മഫ്ഊലും ബിഹി എന്ന നിലക്ക് നസ്ബായിരിക്കും എന്ന് കൂടി ശ്രദ്ധിക്കുക. 9, ഇത് കഴിഞ്ഞ ചോദ്യ സെഷനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ശരി, അത് രണ്ട് തന്നെയാണ്. കാരണം ഞാൻ അന്ന് പറഞ്ഞിരുന്നു മുഫ്രദ് മൻസൂബായിട്ട് മാത്രമേ ഇസ്തിഫാമിയായ കമ്മിന് ശേഷം വരാൻ പറ്റൂ. എന്നാൽ 4 രൂപത്തിൽ ഖബരിയായ കമ്മിന് ശേഷം വരാം. മുഫ്രദാക്കി ജെറ് ചെയ്യാം, മുഫ്രദാക്കി മിന്നു കൊടുത്തുകൊണ്ട് ജെറ് ചെയ്യാം, ജമ്മാക്കി ജെറ് ചെയ്യാം, ജമ്മാക്കി മിന്നു കൊടുത്തുകൊണ്ട് ജെറ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ കം മദീനത്ത് എന്ന് പറയാം, കം മിം മദീനത്ത് എന്ന് പറയാം, കം മുദനി എന്ന് പറയാം, കം മിം മുദനി എന്ന് പറയാം. അതിൽ ഒരു ഫോമാണ് ഇവിടെ കൊടുത്തത്, കം മിം മുദനിൻ. അത് ശരിയാണ്, ഖബരിയായത്. കം മദീനത്തൻ എന്ന് മാത്രമേ ഏതിൽ പറയാൻ പറ്റൂ? ഈ പറയപ്പെട്ട ഇസ്തിഫാമിയായതിൽ പറയാൻ പറ്റൂ. അതുകൊണ്ട് കം മദീനത്തൻ സുർത്ത കം മിൻ മുദനിൻ സുർത്ത എന്നുള്ളത് ഒന്നാമത്തത് ഇസ്തിഫാമിയയും രണ്ടാമത്തത് ഖബരിയായ കമ്മുമാണ് എന്നുള്ളത് അത് അക്ലാസ്സിലെങ്കിലും പങ്കെടുത്തവർക്ക് തെറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അജൂസ് എന്നതിന് ഇതിൽ സംശയം ഉണ്ടാക്കാം, പക്ഷെ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ആൻസർ ശരിയാകുമായിരുന്നു തെറ്റിയവർക്ക് ഉണ്ടായില്ല. കാരണം എന്താ, അൽ അജൂസ് എന്നല്ല അവിടെ കൊടുത്തത് തന്നെ സിഫത്ത് മൗസൂഫിനോട് യോജിച്ച് വരണ്ടേ. അപ്പൊ അലിഫ്ലാം ഉള്ളതാണ് വരിക എന്നുള്ളതെങ്കിലും മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളതിനെ കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ബാക്കി അൽ അജൂസ് എന്നുള്ളത് അത് മുദക്കറായിട്ടും മുഅന്നസായിട്ടും അതിന് സിഫത്ത് പറയാമെന്നാണ്. ഫഊൽ വസ്നിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഫഊൽ വസ്ൻ എന്ന് പറയുന്നത് അത് ഇസ്മു മഫ്ഊലിന്റെ അർത്ഥത്തിലും ഇസ്മു ഫായിലിന്റെ അർത്ഥത്തിലും ഒക്കെ വരും. ചെയ്യപ്പെട്ട ആള്, ചെയ്യുന്ന ആള് എന്നൊക്കെ വരും. ചെയ്യപ്പെട്ടത് എന്ന ഇസ്മു മഫ്ഊലിന്റെ അർത്ഥത്തിൽ ഒരു ഫഊൽ വന്നു കഴിഞ്ഞാൽ അതിന് മുദക്കറിന്റെയും മുഅന്നസ് കൊണ്ടും ഒക്കെ സിഫത്ത് പറയാമെന്നാണ്. അൽ അജൂസുൽ അഅ്വറു എന്ന് പറയാം, ഔറ എന്ന് പറയാം. അഅ്വർ മുദക്കറിന്റെ ആയിട്ടാണ്, ഔറ മുഅന്നസ് ആയിട്ടാണ്. 2 രൂപത്തിൽ പറയാം. അതാണ് ഫഊലിന്റേത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും കുറെയൊക്കെ. കാരണം നെക്കിറയായിട്ട് നെക്കിറ സിഫത്ത് വരൂല. ശരിയായത് 4-മത്തത് ആണ്. അടുത്തത് അശ്വാ. ഓക്കെ, ഡി ആണ്. ഇതൊരു മറ്റേ മസ്ദറു സിനായി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതായത് നമ്മൾ ഏതൊരു ഇസ്മിനെയും യാവും താവും കൊടുത്തുകൊണ്ട് മസ്ദറു സിനായി ആയിട്ട് സിഫത്തായിട്ട് മുക്കുക. ഇപ്പൊ ഇസ്ലാം എന്നതൊരു ഇസ്ലാമിന് നമ്മളൊരു സിഫത്താക്കിയിട്ട് കൊടുക്കുകയാണ് അൽ ഇസ്ലാമിയി. മുഅന്നസിന്റെ കൂടാണ് ഇസ്ലാമിയ. ഇതേപോലെ ഉപയോഗിക്കുന്നതാണ് ഈ മസ്ദറു സിനായി ആയിട്ടുള്ള ധാരാളം സാധനങ്ങളുണ്ട്. അൽ ഇൻസാനിയ, അപ്പോ അൽ കൗമിയ. സൂറത്ത് എന്ന് പറയുന്നതിന്റെ സിഫത്തായിട്ടാണ് അശ്വാ വേണ്ടത്. അശ്വാ എന്നതിനെ സിഫത്താക്കിയിട്ട് പറയുമ്പോൾ മുദക്കറിന്റെ കൂടാണ് അശ്വാ എന്നും മുഅന്നസിന്റെ കൂടാണ് അശ്വാ എന്നും പറയണം. അപ്പൊ അശ്വാ എന്നുള്ളതാണ് ശരിയായത്. ചിലപ്പോ എന്ത് ചെയ്യും, ഒന്ന് അശ്വാ എന്നാണ് ശരി എന്ന് വെച്ച് എഴുതി പോകും. കാരണം അതൊരു സിഫത്തല്ല. അശ്വാ എന്ന് പറഞ്ഞ ഒട്ടകത്തിനൊക്കെ പറയുന്നതാണ്, അതൊരു വിശേഷണമായിട്ടുള്ള അർത്ഥത്തിലല്ല. അങ്ങനെയുള്ളതിനെ സിഫത്താക്കുമ്പോൾ എപ്പോഴും നിസ്ബ ചെയ്തുകൊണ്ട്, അല്ലെ യാ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ യാവും താവും കൊടുത്തുകൊണ്ട് പറയൽ നിർബന്ധമാണ്. ഇപ്പൊ അൽ ഹജർ എന്നൊരു സിഫത്തായിട്ട് ഉപയോഗിക്കൂല. അപ്പൊ നമ്മൾ ഹജർ ഒരു സിഫത്താക്കിയിട്ട് ഉപയോഗിക്കണം, ഹജരി എന്ന് പറയണം, അല്ലെ ഹജരിയത്ത് എന്ന് പറയണം. മുഅന്നസിന്റെ കൂടെ ഹജരിയത്ത്, മുദക്കറിന്റെ കൂടെ അൽ ഹജരി എന്ന് പറഞ്ഞാലേ സിഫത്താവും. അങ്ങനെയുള്ള ഏത് ജാമിദായതിനെ നമുക്ക് എന്ത് പറ്റും, സിഫത്താക്കിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ രൂപത്തിലുള്ള പ്രയോഗമാണ് അറബിയിലുള്ളത്. അബി സൂറത്തിന് അശ്വാഇയ്യത് എന്ന് തന്നെ പറയണം. അതാണ് ശരിയായത്. 12 ഇതിനത് പ്രയോഗമാണ്. അർത്ഥം കിട്ടുന്നവർക്ക് കിട്ടും, വേറെ ഗ്രാമറിൽ ഇതിൽ കൂടുതൽ പങ്കില്ല. ഞാനൊന്ന് കൊടുത്തന്നേ ഉള്ളൂ. കരമായ ലാലിക്ക എന്ന് പറയാം. അതോടൊപ്പം അലർ റഹ്മി എന്ന് പറഞ്ഞാൽ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്നതിന്റെ ട്രാൻസ്ലേഷൻ, അതിന്റെ പ്രയോഗമാണ്. അതിനു പുറമെ എന്ന് പറയുന്നു, അതോടൊപ്പം എന്ന് പറയുന്നത് ഒക്കെ സെയിം ആണ്. അലാ അതല്ല എന്ന് കിട്ടും. അലത്തിരാസ് അതേ ശൈലിയിൽ എന്ന അർത്ഥത്തിലാണ്. ഫി മജാൽ, ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. 13
علامة تدل ما في هذه الجملة عندما يتم قراءة كتاب ما. ഇത് ശരിയായത് ഇബ്ഹാമിയായ മാ എന്ന് പറയും. ഇബ്ഹാം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഏതെന്ന് അറിയപ്പെടാതെ നെക്കിറയ്ക്ക് ശേഷം അതിന്റെ വിശേഷണമായിട്ട് വരുന്ന മാക്കാണ് ഇബ്ഹാമിയായ മാ എന്ന് പറയാം. കിതാബിമ്മ, ഏതോ ഒരു കിതാബ്, ഏത് എന്ന് പറയുന്നില്ല, ഏതെങ്കിലും ഒരു കിതാബാണ്. കിതാബിമ്മ, ഷൈഇമ്മ അങ്ങനെ പറയുമ്പോൾ ഏതെന്ന് അവ്യക്തമാണ്, ആ അർത്ഥത്തെ തന്നെ കിട്ടും. വ്യക്തമാകാത്ത രൂപത്തിലാണ് അത് വരുന്നത്. അങ്ങനെ വരുന്ന വാക്കാണ് ഇബ്ഹാമിയായ മാ എന്ന് പറയാ. ഇസ്തിഫാമിയാകുമ്പോൾ ക്വസ്റ്റ്യൻ ആവണം, മസ്തരിയാകുമ്പോൾ ശേഷം ഫിഴലൊക്കെ ഉണ്ടാവും, അതിന്റെ സ്ഥാനത്ത് മസ്തർ സങ്കല്പിക്കാൻ പറ്റണം, അതാണ് മസ്തരിയായ മാവുക. മൗസൂല എന്ന് പറഞ്ഞാൽ അതിനുശേഷം സിലയൊക്കെ വരണം, അത് അല്ലതി എന്നതിന്റെ അർത്ഥത്തിലുമായിരിക്കും, അതാണ് മൗസൂലയാവുക. ശരിയായിട്ടുള്ളത് ഇബ്ഹാമിയായ മാ. ഖദ് എന്നത് ഈ ജുംലയിൽ വന്നത് അൽ ഖിസസു വ റിവായാതു ഖദ് തഖുദു ശഖ്സ്. ഇത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സെപ്പറേറ്റ് പാഠമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഖദ് രണ്ട് രൂപത്തിലാണ് വരിക. തഹ്കീക്കിന് വേണ്ടിയും തഖ്ലീലിന് വേണ്ടിയും എന്ന് പറയും. തഹ്കീക്ക് അല്ല തഹ്കീദ്. മാളിയായ ഫിഅലിന്റെ കൂടെ തഹ്കീക്കിന് വേണ്ടി എന്നാണ് പറയുക. മുദാരിയുടെ കൂടെ തഖ്ലീലിന് വേണ്ടി എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഖദ് ഫഅല എന്ന് പറഞ്ഞാൽ തീർച്ചയായും പ്രവർത്തിച്ചു എന്നാണ്. ഖദ് യഫ്അലു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രവർത്തിക്കുന്നു. ഖദ് ലറബ അടിച്ചു എന്നാ, തീർച്ചയായും അടിച്ചു. ഖദ് യദ്രിബു ചിലപ്പോൾ അടിക്കുമെന്നാണ്. മുദാരിയുടെ കൂടെ ചിലപ്പോൾ എന്നും മാലിയുടെ കൂടെ തീർച്ചയായും എന്ന അർത്ഥത്തിലാണ് ഖദ് വരിക. ആ മാലിയുടെ കൂടെ ഉപയോഗിക്കുന്ന തഹ്കീക്കിന്റെ ഖദ് എന്നും മുദാരിയുടെ കൂടെ ഉപയോഗിക്കുന്ന തഖ്ലീലിന്റെ ഖദ് എന്നുമാണ് പറയുക. ഞാനത് ക്ലാസിന്റെ ഇടയിൽ 1-2 തവണ പറഞ്ഞിട്ടുണ്ട്. എന്റെ എല്ലാ ക്ലാസ്സിലും പങ്കെടുത്തവർക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓർത്ത് നോക്കാം, മാലിയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? തഹ്കീക്ക് അല്ലെങ്കിൽ ഒന്നാമത്തെ തഹ്കീദ് എന്നതാണ് ആൻസർ വരിക. ഖദ് എന്നത് മാലിയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ തഹ്കീക്കിന് അല്ലെ തഹ്കീദിന്റെ അർത്ഥം വരും, തീർച്ചയായും എന്ന അർത്ഥം വരും. മുദാരിയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന അർത്ഥത്തിലാണ് പറയുക, അതിന് തഖ്ലീൽ എന്നാണ് പറയുക. അപ്പൊ മുദാരിയുടെ കൂടെ വന്ന ഖദ് തഖ്ലീലിനും മാലിയുടെ കൂടെ വന്ന ഖദ് തഹ്കീക്കിനുമാണ് എന്നാണ്. തഹ്കീക്കിന്റെ മറ്റൊരു പേരോട് തഹ്കീദ് എന്ന് കൊടുത്തു എന്നാണ്. ഖദ് ബാക്കിയുള്ള ഓപ്ഷൻ തഹീറിനൊക്കെയാണ്, അതൊന്നും വരില്ല. തഹീറിനൊക്കെ ഔ ഒക്കെ അല്ലേ വരുന്നത്, നമ്മൾ അത്ഫിലൊക്കെ പഠിച്ചതല്ലേ, അത് വരാത്തതാണ്. ശരി, അത് എ ആണ്. കാരണം മസ്തറിൽ നിന്നാണ് എല്ലാം പിടിക്കുന്നത് എന്നാണ് ഭാഷാ നിയമം. മസ്തറാണ് അസുര്. ഇപ്പൊ ലറബ എന്ന ഫീല് ലർബ് എന്നാണ്. അപ്പൊ അൽഹ യുൽഹി, യുൽഹിയാണ് ഇവിടെ കൊടുത്തത്. അൽഹ യുൽഹി, അതിന്റെ മസ്തർ ഏതാണെന്ന് അറിയുന്നവർക്ക് വളരെ എളുപ്പമാണ്. അൽഹ യുൽഹി ഇൽഹ എന്നാണ് മസ്തർ വരിക. അപ്പൊ ഇൽഹ എന്നതിൽ നിന്നാണ് യുൽഹി എന്ന് പിടിച്ചത്. അഫ്അല യുഫ്അലു ഇഫ്ആലി എന്നാണ്. അൽഹ യുൽഹി ഇൽഹ എന്നാണ്. ബാക്കി ഈലാഹോ ഈഹാഓ ഈവാഹോ ഒക്കെ തെറ്റാണ്. അത് മസ്തറിൽ നിന്ന് പിടിക്കുന്ന ആ മസ്തർ എങ്ങനെയാണ് എന്ന് ചിന്തിച്ചാൽ അറിയാവുന്നതാണ്. ഓക്കെ, അതിൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളുടെ തോന്നില്ല. അഫ്അല യുഫ്അലു ഇഫ്ആലാണ്. അൽഹയാണ് ഇതിന്റെ മാളി, അതിന്റെ മുദാരി ഉൽഹിയാണ്, അതിന്റെ മസ്തർ ഇൽഹ. മറ്റൊന്ന് ഏകദേശം തീരാനായി. സൂസിന്റെ ജമ്മ് ചോദിച്ചു. ഇത് ചില ജമ്മുകളെ എപ്പോഴും പറയാറുണ്ട്. ജമ്മിന് നിയമം കൃത്യമായിട്ട് നമ്മൾ കുറെ എണ്ണം പറയും, അങ്ങനെ വന്നാൽ ഇങ്ങനെ ആവാം, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ആവാം. ജമ്മു തക്സീർ, ജമ്മു മുദക്കർ സാലിമും ജമ്മു മുഅന്നസ് സാലിമും ജമ്മു തക്സീറുമാണല്ലോ ഉള്ളത്. അതിൽ മുദക്കറും മുഅന്നസും പറഞ്ഞു കഴിഞ്ഞിട്ട് ജമ്മു തക്സീറിന് കുറെ കാര്യങ്ങൾ പറയും. എന്നിട്ട് പറയും ബാക്കിയൊക്കെ സമായിയാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാത്തിനും നിയമം പറയാൻ കഴിയില്ല. ഈ സൂസിന്റെ ജമ്മ് വരുന്നത് സീസാൻ എന്നാണ്. അതുപോലെ വേറെയുമുണ്ട്. ഹൂത്ത് മത്സ്യം, അതിന്റെ ജമ്മ് ഹീത്താൻ എന്നാണ്. താജ്, അതിന് ജമ്മ് തീജാൻ എന്നാണ്. അതൊക്കെ ഈ രൂപത്തിൽ വരുന്ന താജ്, തീജാന്, ഹൂത്ത്, ഹീത്താന്, സ്വീസ്, സ്വീസാന്, ഹൗല്, ഹീലാന്, ഹൗലിന് ജമ്മ് ഹീലാൻ എന്നാണ്. അങ്ങനെ വരുന്ന ജമ്മിൽ പെട്ടതാണ് ഇത്. പിന്നെ അവസാനത്തത് ചില ആളുകൾക്ക് റൈലത്ത് കണ്ടപ്പം തെറ്റിപ്പോവാനൊരു സാധ്യതയുണ്ട്. ഇത് തെറ്റിച്ചോന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം റൈല് എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നാണ്. റൈല് ഒരു താഴ് കൊടുത്തുകൊണ്ടാണ് വന്നത്. റൈലായിരുന്നെങ്കിൽ അളവാണ്. റൈലത്തായതുകൊണ്ട് അത് അജ്മത്ത് എന്നുള്ള ധാരാളം മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന അങ്ങനെയുള്ള സ്ഥലത്തിനാണ് അജ്മത്ത് അജ്മത്ത് എന്ന് പറയുന്നത്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് റൈലത്ത്. അത് ഞാനിത് കൊടുത്തതെന്ന് പറഞ്ഞാൽ നെഹ്വില് നേരിട്ട് വരുന്നതല്ലെങ്കിലും റൈല് എന്ന് പറയുമ്പോൾ അത് ഗളബ് എന്ന അർത്ഥത്തിൽ റൈലാണെങ്കിൽ വരുമായിരുന്നു. അപ്പൊ അത് തെറ്റിപ്പോവാനൊരു സാധ്യതയുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ട് അപ്പോ ഇത്രയുമാണ് നെഹ്വിന്ന് വന്നിട്ടുള്ള ഞാൻ കണ്ട ചോദ്യങ്ങൾ. വാഹ്തത്തിൽ കലാമി ബിഹാദ.